അവധിക്കാലത്ത് വിദ്യാർത്ഥികൾക്ക് വായനയുടെ ലോകം തുറന്നിട്ട് ഒരു കൂട്ടം പൂർവ്വ അധ്യാപകർ. കൊട്ടാരക്കര പൊലിക്കോട് വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച പുസ്തക പ്രകാശനം വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഒരേപോലെ കൗതുകമായി. വിരമിച്ച ഹൈസ്കൂൾ അധ്യാപകൻ രാജന്റെ ഹോം ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങളാണ് പ്രകാശനത്തിന് വെച്ചത്. അവധിക്കാലം വിദ്യാർത്ഥികൾ വീഡിയോ ഗെയിമിലും സോഷ്യൽ മീഡിയയിലും സമയം ചിലവഴിക്കാതെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പുസ്തക പ്രകാശനം. പരീക്ഷകളിലും മത്സരങ്ങളിലും വിജയിക്കുന്നതിനും സംവാദങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും സഹായകരമായ നിരവധി പുസ്തകങ്ങൾ പ്രകാശനത്തിന് ഒരുക്കിയിരുന്നു. താല്പര്യമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ ഇരുന്ന് തന്നെ വായിക്കുകയും ചെയ്യാം. ഏതാണ്ട് ഒരു 82 കാലഘട്ടം മുതൽ കിട്ടുന്ന പൈസയുടെ നല്ലൊരു ജോലി കിട്ടിയിട്ടും അതിനു മുമ്പ് പഠനകാലത്ത് ചെലവിന് കൊണ്ടുവന്ന പൈസയുടെ ഒരു നല്ലൊരു പങ്കും തിരുവനന്തപുരത്തെ ഒക്കെ ഈ പുസ്തകോത്സവം വരുമ്പോൾ പുസ്തകം വാങ്ങിച്ചു. പിന്നെ ജോലി കിട്ടിയിട്ടും നല്ലൊരു ശതമാനം, ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 10% അതിനുവേണ്ടി എല്ലാ മാസവും നീക്കി വയ്ക്കും. അങ്ങനെ ഈ അപൂർവമായ പുസ്തകങ്ങൾ എവിടെ കണ്ടാലും മേടിക്കും, എത്ര രൂപയായാലും മേടിക്കും. അപ്പം അത് ഇങ്ങനെ വീട്ടിൽ കുറേ കാലമായിട്ട് കുറേ പേർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ള ലൈബ്രറി കിട്ടാത്ത അത്യപൂർവമായ ശേഖരങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതുവരെ ഇറക്കിയ ഉപനിഷത്തുകൾ, വേദങ്ങളുടെ പരിഭാഷ, പിന്നെ സംഘകാല കൃതികൾ, പിന്നെ പല ഭാഷയിലും സാഹിത്യചരിത്രങ്ങൾ, പിന്നെ സംസ്കൃതത്തിലെ ഈഴ്ത്തുകൃതികൾ, കാളിദാസ കൃതികൾ, ഭാസകൃതികൾ, പിന്നെ മലയാളത്തിലെ ഈടുറ്റ സാഹിത്യചരിത്രങ്ങൾ, ഇങ്ങനെ നിരവധി പിന്നെ അമൂല്യമായ കൃതികൾ ഉണ്ട്. രാജൻ മാഷിന്റെ അധ്യാപന ജീവിതത്തിൽ ഒപ്പമുണ്ടായിരുന്ന അധ്യാപകരും പുസ്തകപ്പുരയുടെ ഭാഗമായി മാറി. 2 ദിവസമായി നടത്തിയ പരിപാടിയിൽ ദൂരെ നിന്നുള്ള വിദ്യാർത്ഥികളും ഗവേഷകരും വരെ എത്തി. മാഷിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി പിറവി എന്ന കയ്യെഴുത്തു മാസികയും പ്രകാശനം ചെയ്തു. വായിച്ച പുസ്തകങ്ങളുടെ ചർച്ചയും കഥ പറച്ചിലും 2ാം ദിവസം സംഘടിപ്പിച്ചു. പുസ്തകപ്പുര എന്ന ഈ വലിയ പുസ്തക ശേഖരം അത് വിവിധങ്ങളായ ഉദ്ദേശ ലക്ഷ്യങ്ങളാൽ ആണ് ശ്രീ രാജൻ സാറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഈ അപൂർവങ്ങളായ ഗ്രന്ഥങ്ങൾ, അതായത് പൗരാണിക ഗ്രന്ഥങ്ങൾ മുതൽ വ്യാകരണ ശാസ്ത്ര ഗ്രന്ഥങ്ങളും അതുപോലെ വൈജ്ഞാനിക ശാസ്ത്ര ഗ്രന്ഥങ്ങളും ഉൾപ്പെടെ ആധുനിക സാഹിത്യത്തിലുള്ള എല്ലാവിധ പുസ്തകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പുസ്തക പ്രദർശനം. സാറിൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ചു പേരുടെ ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ വിജയമാണ് ഇത്. മറ്റുള്ള ഗ്രാമപ്രദേശങ്ങളിലും മറ്റുള്ള വീടുകൾക്കുമൊക്കെ മാതൃകയാക്കാവുന്ന ഒരു വലിയ പ്രവർത്തനമായിട്ട് ഇതിനെ കാണാൻ കഴിയും. അങ്ങനൊരു മഹത്തരമായ പ്രവർത്തനമാണ് പുസ്തകപ്പുര. അവനവൻ്റെ വീട്ടിലൊരു പുസ്തക ശേഖരം ഉണ്ടാവുക, അത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുക എന്നുള്ളത്. വേനലവധി പുസ്തക വായനയിലൂടെ വ്യത്യസ്തമായ ആഘോഷമാക്കിയ വിദ്യാർത്ഥികളുടെ സന്തോഷം അടുത്തറിഞ്ഞതോടെ വരും വർഷം പരിപാടി വിപുലീകരിക്കാനാണ് അധ്യാപകരുടെ തീരുമാനം. സമകാലിക മലയാളം, കൊല്ലം.